ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചകൾക്ക് പുതിയ മാനം നൽകി രാഹുൽ ഗാന്ധിയുടെ ഒരു വെളിപ്പെടുത്തൽ. പിണറായി വിജയനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാൻ എനിക്കാവില്ല, അതിന് ഞാൻ തയ്യാറുമല്ല. ദില്ലിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഈ തുറന്നുപറച്ചിൽ ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും വലിയ സംസാര വിഷയമായിരിക്കുന്നു. ജൂൺ 8 നടന്ന ഈ നിർണായക യോഗത്തിലെ രാഹുലിന്റെ പ്രസംഗ വിവരങ്ങൾ കോൺഗ്രസ് ഔദ്യോഗികമായി പുറത്തുവിട്ടതോടെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. നിലവിലെ കേന്ദ്ര സർക്കാർ അധികകാലം നിലനിൽക്കില്ലെന്ന് രാഹുൽ ആവർത്തിച്ചു പറഞ്ഞത് വെറും വാക്കായിരുന്നില്ല. പ്രതിപക്ഷ ഐക്യത്തെ തകർക്കാൻ പലവിധ ശ്രമങ്ങൾ നടക്കുമെന്നും എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് സഖ്യം മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സഖ്യത്തിലെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള വിമർശനങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും സഖ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നത് കോൺഗ്രസിന്റെ പ്രധാന ചുമതലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ട് ചോർച്ചയെക്കുറിച്ചും അട്ടിമറിയെക്കുറിച്ചുമുള്ള രാഹുലിന്റെ വാക്കുകളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജിക്ക് 90% സംശയമുണ്ടെങ്കിൽ ഉദ്ധവ് താക്കറെയ്ക്കും തേജസ്വി യാദവിനും 40% മാത്രമാണ് സംശയം. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് 100% ഉറപ്പാണ്. രാജ്യത്ത് ഇലക്ഷൻ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്നു. പഴയ രാഷ്ട്രീയ ശൈലികൾ ഇനി വിജയിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി, തൃണമൂൽ, RJD തുടങ്ങിയ കക്ഷികൾ മനസ്സിലാക്കണം. ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും BJPക്ക് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള രാഹുലിന്റെ നിരീക്ഷണം മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് വിജയിക്കാമെന്നും ഭിന്നിച്ചാൽ നമ്മൾ തകരുമെന്നും ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. രാജ്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണത്തിനായി ഒരുമിച്ച് പോരാടാൻ അദ്ദേഹം സഖ്യകക്ഷികളോട് ആഹ്വാനം ചെയ്തു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ചില കക്ഷികളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ലെന്ന് രാഹുൽ ചൂണ്ടിക്കാണിച്ചു. BJPയെ പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമായ കാര്യമല്ലെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ച് രാഹുൽ പറഞ്ഞു. 2019 303 സീറ്റുകൾ നേടിയ BJP 2024 240 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അതേസമയം കോൺഗ്രസ് 52 നിന്ന് 99 സീറ്റുകളായി നില മെച്ചപ്പെടുത്തി. ഉൾപോരുകളിലൂടെ പ്രതിപക്ഷം സ്വയം ദുർബലമാകരുതെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ ബിൽ ലോക്സഭയിൽ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തിയതാണ് പ്രതിപക്ഷ ഐക്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. രാജ്യത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വെല്ലുവിളികളെ നേരിടാൻ ഈ ഐക്യം ഇനിയും ശക്തമാകണമെന്നും ഖാർഗെ പറഞ്ഞു. അടുത്തിടെ 4 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് യോഗം ചേർന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുപ്രീം കോടതിയിൽ സംയുക്ത ഹർജി നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഇനി മുതൽ എല്ലാ 2 മാസം കൂടുമ്പോഴും യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത യോഗം വരുന്ന ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ നടക്കും.